മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ Google Pixel 6ന്റെ റിവ്യൂ വീഡിയോ ചെയ്തതിനു ശേഷം അതിന്റെ കമന്റ് സെക്ഷനകത്ത് ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഫോണിന് ഓവർ ഹീറ്റിംഗ് ഉണ്ടോ ഇല്ലയോ, അതായത് ഈ ഫോൺ ഓവറായിട്ട് ചൂടാവുന്നുണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ചൂട് ഈ ഫോണിനകത്ത് അനുഭവപ്പെടുന്നുണ്ടോ, അപ്പൊ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വന്നത്. അതും എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗമില്ലാത്തൊരു ഫോണായി മാറും. അതും ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഓവർ ഹീറ്റിംഗ് വന്നില്ലായിരുന്നു. അതായത് ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഓവർ ഹീറ്റിംഗ് പ്രശ്നം തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഓവർ ഹീറ്റിംഗ് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇന്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇന്റൻസ് ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഫോണിനകത്ത് ഓവർ ഹീറ്റിംഗ് വരാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യത കൂടുതലുണ്ട്. അത് നമുക്ക് ഇപ്പൊ മിക്ക ഫോൺസ് എടുത്താലും ചൂടാവുന്ന ഒരു കാര്യം കാണാനും പറ്റും. അപ്പൊ ഈ പിക്സൽ 6നകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ടെൻസർ ചിപ്പാണ്. അതും അതിന്റെ ബേസ് എന്ന് പറയുന്നത് എക്സീനോസ് ആണ്. അപ്പം എക്സീനോസിനകത്ത് ചൂടാവുന്ന കാര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംശയം എല്ലാവർക്കും വരുന്നത്. അത് ഞാൻ ഉപയോഗിച്ച സമയത്ത് ഞാൻ 3-4 ടാസ്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ടാസ്കിനകത്തൊക്കെ ചൂടാവുന്നുണ്ടോ, അതങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ത്രോട്ട്ലിങ്, അതായത് ഫോൺ സ്ലോ ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കിയത്. അത് ഞാൻ ഈ ചെയ്ത എല്ലാ ടാസ്കിനകത്തും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫോണിനകത്ത് ചൂടാവത്തില്ലെന്നല്ല, ചൂടാവുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രശ്നം വരുന്ന രീതിയിലുള്ള ഒരു ചൂടല്ല. അപ്പൊ അതിന് തന്നെ ഗെയിമിംഗ് എടുക്കുവാണെങ്കിൽ നമ്മൾ കാഷ്വൽ ഗെയിമിംഗ് ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഗെയിംസ് ആണ് കളിക്കുന്നതെങ്കിൽ, ഇപ്പം സബ്വേ സർഫേഴ്സോ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ അന്നേരം വലുതായിട്ടൊന്നും ചൂടാവത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചൂടാവുന്ന ഒരു പ്രശ്നം അനുഭവപ്പെടുത്തേയില്ല. പക്ഷെ നമ്മൾ കുറച്ച് ഗ്രാഫിക്സ് കൂടി ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ, അതായത് ഇപ്പം ആസ്ഫോൾട്ട് 9 കണക്കത്തെ ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫോണിന്റെ ഫ്രെയിമും അതേണക്ക് തന്നെ ബാക്ക് പോർഷനും ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പൊ ചൂടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയൊന്നും വരുന്നില്ല. അതേണക്ക് തന്നെ നമുക്ക് ഗ്രാഫിക്സിനകത്ത് ഫ്രെയിം ഡ്രോപ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഗെയിം പ്ലേ ഒക്കെ സ്മൂത്ത് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ആ ഒരു പോർഷൻ, അതായത് നമുക്ക് സൈഡ് ഫ്രെയിമിലും ബാക്കിലുമായിട്ട് ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നുണ്ട്, അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. അത് നമുക്ക് ഈ 15 മിനിറ്റിന് ശേഷം പിന്നെ ഒരു 30 മിനിറ്റ് കളിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതും നമ്മൾ ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഫോൺ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. അപ്പൊ ഗെയിമിങ്ങിനകത്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുമ്പോൾ ചൂടാവുന്നുണ്ടോ ഇല്ലയോ. അപ്പൊ മൊബൈൽ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ടെസ്റ്റ് ചെയ്തത് 5Gയിലാണ്. അപ്പൊ 5G ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് മൊബൈൽ ഡേറ്റ ഉപയോഗിച്ച സമയത്ത് അങ്ങനെ ചൂടാവുന്ന ഒരു പ്രശ്നം ഇല്ലായിരുന്നു. അതായത് നമുക്കിപ്പം ഈ സൈഡ് ഫ്രെയിമിലും ബാക്കിലും തന്നെ അങ്ങനെ ഭയങ്കര ചൂടാവുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അതായത് നോർമൽ ആയിട്ടാണ് എല്ലാം വർക്ക് ആയത്. അപ്പൊ നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ചൂടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് ടാസ്ക് ഒരുമിച്ച് ചെയ്യുവാണെങ്കിലാണ് അത് വന്നത്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ കാഷ്വൽ ആയിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാം ബ്രൗസിങ് അല്ലെങ്കിൽ നെറ്റ് ബ്രൗസിങ്, ഇപ്പൊ യൂട്യൂബിനകത്ത് വീഡിയോ ആണ്, അപ്പൊ അങ്ങനത്തെ കാര്യം ചെയ്യാൻ നേരത്ത് അങ്ങനെ ചൂടാവുന്ന ഒരു കാര്യം ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ 5Gയിലാണ് ടെസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾ 4G LTEയിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതായത് ഒട്ടും ചൂടാവാത്തൊരു കാര്യം കാണുമായിരിക്കും. അതും മൊബൈൽ ഡേറ്റ ഉപയോഗിച്ച സമയത്ത് എന്റെ എക്സ്പീരിയൻസിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവസാനത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ക്യാമറയ്ക്കകത്താണ്. അതും ക്യാമറ ഉപയോഗിക്കുമ്പോൾ ചൂടാവുന്നുണ്ടെന്നുള്ള ചോദ്യം ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അതായത് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിപ്പം വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഫോൺ ചൂടായിട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തുന്നുണ്ടോ, അതായത് ഫോണിനകത്തൊരു നോട്ടിഫിക്കേഷൻ വരുവാണ്, നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ക്യാമറ ഉപയോഗിച്ച സമയത്ത് ഇല്ലായിരുന്നു. അതായത് ഞാൻ ക്യാമറ ഉപയോഗിച്ചത് നല്ല വെയിലുള്ളൊരു ദിവസം പുറത്ത് വെച്ച് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഉപയോഗിച്ചത് പോലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തത് 4K 60 FPS ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു, ഒരു 5 മിനിറ്റോളം റെക്കോർഡ് ചെയ്തു. അപ്പൊ ആ ഒരു സമയത്തും ഫോൺ ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡ് ഫ്രെയിമും ബാക്ക് പോർഷൻ, അത് ആ പ്രൊസസ്സർ ഇരിക്കുന്ന സ്ഥലമായിരിക്കണം, അവിടെയാണ് ചൂടാവുന്നത്. ബാക്കി ഒരു പോർഷനിൽ അങ്ങനെ ചൂടാവുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ വീഡിയോ സ്റ്റോപ്പ് ആവുകയോ അല്ലെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതേ ഇല്ല. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഫോട്ടോ എടുക്കുമ്പോൾ നോർമലായിട്ടാണ് പെർഫോമൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. അതും ഫോട്ടോയ്ക്കകത്ത് തന്നെ ഷട്ടർ സ്പീഡിനകത്ത് പോലും ഡ്രോപ്പ് ഒന്നും വരുന്നില്ലായിരുന്നു. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നോർമൽ ഉപയോഗമാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ 4K 60 FPS വീഡിയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഓവർ ഹീറ്റിംഗ് വരാമായിരിക്കും. പക്ഷെ ഞാൻ പറയാം, നോർമൽ യൂസിനകത്ത് അങ്ങനത്തെ പ്രശ്നം കണ്ടതേ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഓവർ ഹീറ്റിംഗിന്റെ കാര്യം പറയാനുള്ളത്. അതായത് ഈ ഒരു ഫോണിനകത്ത് ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങളില്ല. അതായത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവർ ഹീറ്റിംഗ് കാരണം നിങ്ങൾ ഇത് എടുക്കണോ വേണ്ടെന്നുള്ള സംശയത്തിലാണെങ്കിൽ എനിക്ക് വന്ന എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. അതായത് എനിക്ക് ഫോൺ ഉപയോഗിച്ച സമയത്ത് ഓവർ ഹീറ്റിംഗ് വന്നില്ല. അതൊക്കെ തന്നെ ഇതിന്റെ യൂസർ എക്സ്പീരിയൻസിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യൻ പ്രൈസിങ് ഒരു 35,000 റേഞ്ച് ആയിരുന്നെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഏറ്റവും ഒരു ബെസ്റ്റ് ഫോൺ ആയിട്ട് ഉണ്ടായത്. പക്ഷെ പ്രൈസിങ് കുറെ കൂടി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ആ ഒരു കാരണമാണ് ഈ ഫോൺ ഫുൾ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ നേരത്തെ മടി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇന്ത്യൻ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഒഫീഷ്യൽ പ്രൈസിങ് ഒരുപാട് കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. പക്ഷെ ഗൂഗിൾ പിക്സൽ 6 ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാമറ റിവ്യൂ ചെയ്യുന്നുണ്ട്, അതങ്ങനെ കമ്പാരിസൺ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.